നമസ്കാരം. നമ്മളുടെ മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ റെസ്യൂമെ അഡ്വൈസ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ദിവസം കിട്ടിയിട്ടുള്ള റെസ്യൂമേസിലൊന്നാണ് ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ ഒരു റെസ്യൂമെ അഡ്വൈസ് മാത്രമേ ചെയ്യുന്നത്, കാരണം അതിൻ്റെ ലെങ്ത് ഒരുപാട് കൂടും എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എല്ലാ തവണയും പറയുന്ന പോലെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. പ്രൈവസി കൺസേൺസ് കാരണം പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം മാസ്ക് ചെയ്യുകയാണ്. ആൾക്കാർക്ക് പറയുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവർ ഈ റെസ്യൂമെ അയച്ചവരുടെ പേരിന് പകരം എൻ്റെ പേര് ചേർത്തായിരിക്കും ഞാൻ പറയുക. ഒന്ന്. രണ്ട്, ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. റെസ്യൂമെ, ഇൻ്റർവ്യൂ, റിക്രൂട്ട്മെൻറ്റ് ഇതിനൊന്നും ഒരു റിട്ടേൺ ഫോർമുല ഒന്നുമില്ല, അതുപോലെ തന്നെ നടക്കുമെന്നൊന്നുമില്ല. സോ ഇതേ രീതിയിൽ തന്നെ ചെയ്യണമെന്നൊന്നും ഒരിക്കലും ഒരിടത്തും ആർക്കും പറയാൻ സാധിക്കില്ല. കോമൺ സെൻസ് ആൻഡ് ലോജിക്കൽ കാര്യങ്ങൾ മാത്രമേ അവിടെ പറയാനുള്ളൂ. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലോജിക്കലി കറക്റ്റ് ആണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് എടുക്കാം, തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ നമുക്ക് റെസ്യൂമയിലേക്ക് പോവാം. റെസ്യൂമയുടെ ഫയൽ നെയിം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഒരു നമുക്ക് റെസ്യൂമയിലുള്ള മറ്റ് കാര്യങ്ങൾ, അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് പോലുള്ള കാര്യങ്ങൾക്കൊപ്പം നമ്മൾ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ കൂടി നമ്മുടെ പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, പ്രൊഫഷണലിസം ആവാം, അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആവാം, നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് ആവാം. സോ പ്രൊഫഷണലിസത്തിലേക്കൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കണക്റ്റിംഗ് ടു അറ്റൻഷൻ ടു ഡീറ്റെയിൽ കൂടി. കാരണം ഒരുപാട് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ പലയിടത്തും കാണുമ്പോൾ ഓവറോൾ ഒരു നെഗറ്റീവ് ഒരു ഫീൽ ഉണ്ടാവും. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫയൽ നെയിം തൊട്ട് തന്നെയാണ്. സോ യു ക്യാൻ മെൻഷൻ ദ ഫയൽ നെയിം, ലൈക്ക് റെസ്യൂമെ ന്യൂ -കോപ്പി എന്നാണ് ഫയൽ നെയിം ഉള്ളത്. അത് ചേഞ്ച് ചെയ്തിട്ട് റെസ്യൂമെ ഓഫ് അനന്ത് വാസുദേവ്, ഞാൻ എൻ്റെ പേര് റീപ്ലേസ് ചെയ്തതാണ്. ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. റെസ്യൂമിലേക്ക് വരുമ്പം പേര് കൊടുത്തിട്ടുള്ളത് കുറച്ചും കൂടി ഫോണ്ട് സൈസ് കൂട്ടി കൊടുക്കാം. ബിഫോർ ദാറ്റ്, ആദ്യം ഞാൻ കണ്ട ഒരു പ്രശ്നം, ഇതൊരു 4 പേജ് റെസ്യൂമെയാണ്. 1 പേജ് റെസ്യൂമെ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷേ ഒരു എക്സ്പീരിയൻസ് മാത്രമുള്ള ഒരാളും കൂടിയാണ്. സോ ഐ വുഡ് സേ 2 പേജാണ് മാക്സിമം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സൈസ്. നമ്മൾ കുറേ കാര്യങ്ങളുണ്ടെന്ന് കാണിക്കാൻ നമ്മൾ ഒരുപാട് നമ്പർ ഓഫ് പേജസ് ആഡ് ചെയ്തിട്ട് അത്രയ്ക്ക് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതിലില്ലെങ്കിൽ അത് ബാക്ക് ഫെയർ ചെയ്യും. സോ മാക്സിമം 2 പേജസ്, അതിനപ്പുറത്തേക്ക് ഒരിക്കലും പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 1 പേജ് തീർക്കാവുന്നതാണെങ്കിൽ 1 പേജ് തീർക്കുക, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഈ ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യാം. ദിസ് ഇസ് എ ട്രഡീഷണൽ റെസ്യൂമെ ടെംപ്ലേറ്റ്. സോ മൈക്രോസോഫ്റ്റ് വേർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ഫോർമാറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കുഴപ്പമില്ല. സോ ആദ്യം പേരിൻ്റെ ഫോണ്ട് സൈസിൽ അല്പം കൂട്ടാം. അതിന് തൊട്ട് താഴെ താങ്കൾ ആരാണെന്ന് ടൈറ്റിൽ കൊടുക്കുക. ഇഫ് യു ആർ ആൻ അക്കൗണ്ടൻറ്റ്, പേരിന് താഴെ അക്കൗണ്ടൻ്റ് എന്ന് മെൻഷൻ ചെയ്യാം ചെറുതായിട്ട്. ദെൻ താങ്കൾ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, മെയിൽ ID ഉണ്ട്, ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ലിങ്ക് ഉണ്ട്. സോ ഈ റെസ്യൂമിൽ ആദ്യം ലൊക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എനിക്ക് ഞാൻ നോക്കുമ്പോൾ Big 4 അക്കൗണ്ടിങ് ഫേംസ് ആണ് താങ്കൾ എയിം ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലൊക്കേഷനിൽ ജില്ലയ്ക്ക് മുമ്പുള്ള പെർട്ടിക്കുലർ പ്ലേസ് ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ജില്ലയും സ്റ്റേറ്റും മെൻഷൻ ചെയ്യാം, ഓർ ജസ്റ്റ് സ്റ്റേറ്റ് ആൻഡ് കൺട്രി എന്ന് മെൻഷൻ ചെയ്യാം. പക്ഷേ ഈ പെർട്ടിക്കുലർ ഹൈപ്പർ ലോക്കലായിട്ടുള്ള ലൊക്കേഷൻ നെയിം മെൻഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആൻഡ് അത് ടോപ്പിൽ തന്നെ കൊടുക്കണമെന്നില്ല. കാരണം ഒരു MNCയെ സംബന്ധിച്ച്, ഒരു Big 4 പോലുള്ള കമ്പനീസിനെയൊക്കെ സംബന്ധിച്ച് ദേ ഡോണ്ട് കെയർ വേ ഡു യു ലീവ്. കാരണം അവർക്ക് അറിയാം നിങ്ങൾ അവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ അവരുടെ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഇതനുസരിച്ച് നിങ്ങൾ അവിടെ അഡ്ജസ്റ്റ് ആയിക്കോളും എന്നുള്ള അവർക്ക് യൂഷ്വലി അങ്ങനെ ഒരു ധാരണ ഉണ്ടാവും. സോ അത് ഏറ്റവും മുകളിൽ വെക്കേണ്ട ഒരു ആവശ്യമുള്ള സംഗതി ആവണമെന്നില്ല. അത് ഏറ്റവും അവസാനം പേഴ്സണൽ ഡീറ്റെയിൽസിൽ കൊടുത്താലും മതിയാവും. ദെൻ ദർ ഈസ് ഫോൺ നമ്പർ നമുക്ക് C എന്നാണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് കോൺടാക്ട് എന്നാണോ സെൽ എന്നാണോ ഉദ്ദേശം എന്നറിയില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, രണ്ടും കോൺടാക്ട് എന്നാണെങ്കിൽ നമ്മൾ C എന്ന് ഷോർട്ടായിട്ട് വെക്കാറില്ല. സെൽ എന്നുള്ളൊരു യൂസേജ് നമ്മൾ ഇവിടെ ഒന്നും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതല്ല. ഈതർ യു ക്യാൻ യൂസ് മൊബൈൽ അല്ലെങ്കിൽ ഫോൺ അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ, അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അതല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ലീവ് ഇറ്റ് പ്ലെയിൻ. അവിടെ ഒന്നും കൊടുക്കാണ്ട് ഫോൺ നമ്പർ, അതേപടി ഫോൺ നമ്പർ കൊടുക്കുക, മെയിൽ ID കൊടുക്കുക. ദെൻ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ലിങ്ക് ഉണ്ട്. അത് ഞാൻ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്തിട്ട് പറയാം അത് വെക്കണോ വേണ്ട എന്നുള്ളത് അവസാനം പറയാം. ദെൻ കരിയർ ഒബ്ജക്റ്റീവ് ആണ്. എനിക്ക് നല്ലൊരു കമ്പനി ജോലി കിട്ടണം, കമ്പനി ഗ്രോ ചെയ്യണം, എനിക്ക് ഗ്രോ ചെയ്യണം, എൻ്റെ സ്കിൽസൊക്കെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം, എൻ്റെ ക്വാളിഫിക്കേഷൻസ് യൂസ് ചെയ്യാൻ പറ്റണം, ആൻഡ് ഏതെങ്കിലും ഒരു Big 4 അക്കൗണ്ടിങ് ഫേംസിൽ കയറാൻ പറ്റണം. ഇത് ഒരു തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാത്തൊരു കണ്ടൻറ്റാണ്. കാരണം ഏതൊരാളെ സംബന്ധിച്ചും കരിയറിൽ എന്ന് പറയുന്നത് നല്ല കമ്പനി കയറണം, നല്ല ജോലി കിട്ടണം എന്നുള്ളതൊക്കെ തന്നെയുള്ളൂ. ബാക്കി താങ്കളെ സംബന്ധിച്ച് അത്ര കാര്യമായിട്ട് എക്സ്പീരിയൻസ് ഇല്ല, കമ്പാരിറ്റീവ്ലി ഒരു ഫ്രഷറാണ്, ഒരു ടോപ്പ് പ്രൊഫഷണലായിട്ട് നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങളെക്കാട്ടിലും ഡെഫിനറ്റ്ലി ക്വാളിറ്റി ഉള്ള ആൾക്കാരുണ്ടായേക്കാം. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഒരു ഡിഗ്രേഡ് അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അൺലെസ് നമ്മൾ അത്രയും പ്രൂവൺ ആയിട്ടുള്ളൊരു പ്രൊഫൈലുള്ള ഒരാളല്ലെങ്കിൽ നമ്മളുടെ സ്കിൽസും കാര്യങ്ങളും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കമ്പനിയെ വളർത്തുക എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് കണ്ടന്റ് മാത്രമാണ്. ഞാൻ അപ്പുറത്തേക്കൊന്നുമില്ല. ഈസി തിങ് ടു ഡു. ആൻഡ് വൺ മോർ തിങ്, ഇപ്പം റിവാർഡിംഗ് കരിയർ അറ്റ് വൺ ഓഫ് ദ Big 4 അക്കൗണ്ടിങ് ഫേംസ് എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിലെ 2 പ്രശ്നങ്ങൾ. ഒന്ന്, Big 4ലേക്ക് അപ്ലൈ ചെയ്യാതെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റീസൺ മതി അവർ റിജക്ട് ചെയ്യാൻ. കാരണം ഇയാൾ എപ്പോഴും Big 4 നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ പോകും എന്ന് പറഞ്ഞിട്ട് അവർ നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കാതിരിക്കാം. നമ്പർ 2, ഏതെങ്കിലും Big 4 എന്ന് പറയുമ്പോഴും നിങ്ങൾ ഇതിൽ ഏതിലേക്ക് വായിക്കാം. അപ്പോൾ അവിടെ ആണെങ്കിലും അപ്പുറത്ത് കിട്ടിയാൽ അവിടെ പോവോ, അപ്പുറത്തൊരു ഓപ്പർച്യൂണിറ്റി നോക്കി നിൽക്കണോ എന്നൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. സോ അത് പറയുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു രീതി ആവില്ല. പകരം ചെയ്യാവുന്നൊരു കാര്യം, ഒരു പ്രൊഫൈൽ സമ്മറി വെക്കുകയാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇതാണ്, അഡീഷണൽ ഇന്ന സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഇന്ന സ്കിൽസ് ഉണ്ട്, ഇന്ന എക്സ്പീരിയൻസ്, ഇന്ന കാര്യങ്ങൾ ചെയ്ത് പരിചയമുണ്ട് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്ന സ്കിൽസ് ഒക്കെ ഉണ്ട് എന്ന രീതിയിൽ ഒരു പ്രൊഫൈൽ സമ്മറി ഒരു 2-3 സെൻറ്റൻസിൽ, അല്ലെങ്കിൽ 2 സെൻറ്റൻസ് യൂഷ്വലി ഒരു 3-4 ലൈൻസിൽ നിൽക്കുന്ന പോലെ എഴുതാം. അതാണ് കുറച്ചുകൂടെ നന്നാവുക. സോ ദാറ്റ് ആ റെസ്യൂമിയുടെ ഒരു നക്ഷലായിട്ട് കാണാവുന്നതാണ്. ദെൻ ദർ ഈസ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ്. പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു മെയിൻ ഹെഡിംഗ് ആണ്. ആ എക്സ്പീരിയൻസിൻ്റെ അണ്ടറിൽ നമ്മൾ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ, അതായത് സ്ഥാപനം ഡിസിഗ്നേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ താഴെയാണ്
ആ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ആ റോളിലെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത്. അത് എഗെയിൻ മറ്റൊരു മേജർ ഹെഡിങ് അല്ല. സോ യു ഡോണ്ട് നീഡ് ടു കീപ്പ് എ മെയിൻ ഹെഡിങ് ആസ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അത് കളയുക. പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വെക്കുക. അക്കൗണ്ടന്റ് എന്നുള്ളതും സ്ഥാപനത്തിന്റെ പേരും ബോൾഡിൽ കൊടുക്കുക. സ്ഥാപനത്തിന്റെ പേര് കഴിഞ്ഞാൽ കോമ ഇട്ടിട്ട് ലൊക്കേഷൻ ജില്ലയെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ ജില്ല പ്ലസ് സ്റ്റേറ്റ് കൊടുക്കുക. യു ക്യാൻ ഗീവ് ദ ഡേറ്റ് കൊടുക്കുമ്പം ഈ എക്സാക്ട് ഡേറ്റിന്റെ ആവശ്യമില്ല. അതായത് ഇപ്പം ജൂൺ 5, 2019 ടു ജൂലൈ 31, 2020 വരെ എന്നാണ്. ഇറ്റ് ഷുഡ് ബി ജൂൺ 2019 ടു ജൂലൈ 2020 എന്ന് മാത്രം കൊടുത്താൽ മതി. എക്സാക്ട് ദിവസത്തിൻ്റെ ആവശ്യമില്ല. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രിപ്പയറിംഗ് ആൻഡ് അറേഞ്ചിങ്. സോ നമ്മളിവിടെ കഴിഞ്ഞു പോയൊരു എക്സ്പീരിയൻസ് ആണ്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ്പ് ഇൻ പാസ്റ്റ് ടെൻസ്. ഓക്കെ, അപ്പം ആ തരത്തിലേക്ക് കണ്ടന്റ് ചേഞ്ച് ചെയ്യുക. പിന്നെ ഈ പറയുന്നത് പോലെ ഈ കണ്ടന്റിന് ഒരു ഇമ്പാക്റ്റ് ഇല്ല. ലൈക്ക് GSTR1 ആൻഡ് GSTR3B റിട്ടേൺ ഫയലിംഗ് ഓൺ മന്ത്ലി ക്വാർട്ടർലി ബേസിസ്, GSTR2 റീകൺസിലേഷൻ ഓൺ മന്ത്ലി ബേസിസ്. അതിനൊരു വളരെ ബേസിക് ആയിട്ടൊരു അക്കൗണ്ടന്റിന്റെ പൊസിഷനിലുള്ള ഒരാൾ ചെയ്യുന്ന ഒരു കാരണം. ഇത് വെച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങളൊരു ബിഗ് ഫോർ ഹയർ ചെയ്യണം എന്നുള്ളതൊരു കൺസേൺ അല്ല. അപ്പം അവിടെ നമ്മൾക്ക് നമ്മുടെ സ്കിൽസിലോ എക്സ്പീരിയൻസിലോ ഒക്കെ കുറച്ച് ഇമ്പാക്റ്റ് ഉള്ളത് കാണിക്കാൻ സാധിക്കണം. ഞാൻ പറഞ്ഞത് വെറുതെ തള്ളിമറിക്കുക എന്നുള്ളതല്ല, പക്ഷേ അതെന്താണ് നമുക്കുള്ളതെന്നുള്ളത് നമ്മൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം GST രജിസ്ട്രേഷൻ ഓഫ് മോർ ദാൻ 25 കമ്പനീസ്. ഒന്നാമത്തെ കാര്യം, ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ശരിയല്ല. GST രജിസ്ട്രേഷൻ ഓഫ് മോർ ദാൻ 25 കമ്പനീസ് എന്ന് പറഞ്ഞാൽ 25 കമ്പനികളുടെ GST രജിസ്ട്രേഷൻ അത്രേ ഉള്ളൂ. അത് ചെയ്തു എന്നാണോ, അത് വെരിഫൈ ചെയ്തെന്നാണോ, അത് നിങ്ങൾ ലീഡ് ചെയ്തെന്നാണോ, അത് നിങ്ങൾ 1 മന്തിൽ കംപ്ലീറ്റ് ചെയ്തെന്നാണോ, അല്ലെങ്കിൽ 1 വീക്കിൽ കംപ്ലീറ്റ് ചെയ്തെന്നാണോ, അതോ നിങ്ങളത് കണ്ടു എന്നാണോ, അതോ അത് പ്രോസസ്സ് ചെയ്തെന്നാണോ, എന്തുമാകാം. അതൊരു എന്താ പറയുക, കംപ്ലീറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസ് പോലും ഇല്ലല്ലോ. അപ്പം അതിൻ്റെ സ്ട്രക്ചർ കറക്റ്റ് ചെയ്യുക, അത് നമ്മൾ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ എഴുതാൻ നോക്കുക. ഇതുപോലുള്ള നമ്പേഴ്സോ പെർസെൻറ്റേജോ ഒക്കെ ഉണ്ടായി കൊണ്ടുവരാൻ നോക്കുക. ഓക്കെ, ദെൻ അക്കാഡമിക് ക്രെഡൻഷ്യൽസ്. ഐ യൂഷ്വലി സജസ്റ്റ് ഇതിൻ്റെ ഒരു നോർമൽ ഹെഡിങ്സ് അല്ലെങ്കിൽ ടൈറ്റിൽസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് മാറ്റിയിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് കീപ്പ് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഇവിടെ CMA USA എന്ന് പറയുന്നത് CMA അല്ലേ കോഴ്സിൻ്റെ പേര്. CMA USA എന്ന് പറയുന്നത് അത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് സച്ച് പറയുമ്പോഴല്ലേ ആ USA ആഡ് ചെയ്യുള്ളൂ. കോഴ്സിൻ്റെ പേര് CMA എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഐ എം നോട്ട് കംപ്ലീറ്റ്ലി ഷുവർ അബൌട്ട് ദാറ്റ്. ഐം ജസ്റ്റ് ആസ്കിങ് യു. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റാക്കി എഴുതുക. പിന്നെ IAM സ്ഥലപ്പേരുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഏത് ലെവൽ കംപ്ലീറ്റ് ചെയ്തു, അതെല്ലാം കംപ്ലീറ്റഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡീഷണൽ മെൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ അതോടെ ചെയ്യുന്നത് നന്നായിരിക്കും. ആൻഡ് ഇതൊക്കെ നമ്മുടെ മുകളിൽ പേരിന് തൊട്ടത് അക്കൗണ്ടൻ്റ് എന്നുള്ളതിൻ്റെ കൂടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നത് അല്ലെങ്കിൽ പ്രൊഫൈൽ സമ്മറിയിൽ വരുന്നതൊക്കെയാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന മറ്റ് കാര്യങ്ങൾ. ഇപ്പോൾ കാരണം ഇതിന് തൊട്ട് മുമ്പ് വരെ CMA എന്നുള്ളതിന് തൊട്ട് മുമ്പ് വരെ, ഇപ്പോൾ CMA നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വരെയുള്ള കണ്ടന്റ് നോക്കുമ്പോൾ യു ആർ ജസ്റ്റ് ആൻ അക്കൗണ്ടന്റ്, മേ ബി BCom കഴിഞ്ഞിട്ട് ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരു ബേസിക് ജോലി ചെയ്യുന്ന ഒരാളാണെന്നുള്ള പ്രൊഫൈലിൻ്റെ ഒരു ഇംപ്രഷൻ ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം CMA കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ അത് മുകളിൽ തന്നെ വരണമായിരുന്നു. നമ്മൾ മന്തും കൂടെ കൊടുക്കാം വേണമെങ്കിൽ, 2024 വിച്ച് മന്ത് ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ മാസ്റ്റർ ഓഫ് കൊമേഴ്സ്, കോളേജിൻ്റെ പേര് കോമ യൂണിവേഴ്സിറ്റി, ഇതിൻ്റെ ലൊക്കേഷൻസ് കൂടെ കൊടുക്കാം, കേരള അല്ലെങ്കിൽ ജില്ല, വാട്ട് എവർ. Then technical, okay, second പേജിൽ ഒരു പേജ് മുഴുവൻ സ്കിൽസ് ആണ്, 1 പേജ് ഫുൾ സ്കിൽസ്. സോ ടെക്നിക്കൽ സ്കിൽസ്, പ്രൊഫഷണൽ കോമ്പറ്റൻസീസ്, പേഴ്സണൽ ആട്രിബ്യൂട്ട്സ്, അഡീഷണൽ സ്കിൽസ്. ഒന്നാമത്തെ കാര്യം, ഇതിൽ പലതും റിപ്പീറ്റഡ് ആയിട്ടുണ്ട് പലയിടത്തും നോക്കുമ്പോൾ. കാരണം ഒറ്റ നോട്ടത്തിൽ വരുമ്പോൾ തന്നെ ദർ ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്, പ്രൊഫഷണൽ കോമ്പറ്റൻസീസ്, തൊട്ട് താഴെ എക്സ്പീരിയൻസ് ഇൻ ഇൻറ്ററാക്ടിങ് വിത്ത് ക്ലയൻസ് ഓൺ GST രജിസ്ട്രേഷൻ ആൻഡ് ഫയലിംഗ്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ സംഗതിക്ക് വേണ്ടിയിട്ട് അവരോട് ഇൻറ്ററാക്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു സ്കില്ലല്ല. എസ്പെഷ്യലി തൊട്ട് മുകളിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് കൊടുത്തിട്ടുമുണ്ട്. അപ്പം ഇതിനകത്ത് ഈ സ്കിൽസ് മൊത്തത്തിലൊരു പ്രശ്നമുണ്ട്, ക്ലാരിറ്റി കുറവുണ്ട്. തന്നെയല്ല, സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സ്കിൽ സെറ്റ് അല്ലെങ്കിൽ സ്കിൽസ് എന്ന് മാത്രം പറഞ്ഞ് ഹെഡ് കൊടുക്കുക, അതിൻ്റെ അണ്ടറിലെല്ലാം കൂടെ കൊണ്ടുവരിക. അതല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് വേറെ ആയിട്ടും പ്രൊഫഷണൽ സ്കിൽസ് അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കിൽസ് അങ്ങനെയുള്ളത് വേറെ ആയിട്ടും കൊടുക്കുക. പക്ഷേ നെവർ യൂസ് 1 ഹോൾ പേജ് ഫോർ ഇറ്റ്. ഓക്കെ, എക്സ്പെർട്ടീസ് ഇൻ GST രജിസ്ട്രേഷൻ അതൊരു സ്കില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പം സ്കിൽസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്നത് നമ്മുടെ ഹെഡിങ്ങുമായിട്ട് മാച്ചിങ് ആണ് കണ്ടന്റ് എന്നുള്ളത് എൻഷുർ ചെയ്യാം. ഓക്കെ, അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്നല്ലേ ഉള്ളൂ. അനലിറ്റിക്കൽ സ്കിൽസ്, റിസൾട്ട് ഓറിയൻറ്റഡ് എബിലിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഇത്തിരി കൺഫ്യൂസിങ് ആവുന്നുണ്ട്. എക്സ്പീരിയൻസ് ഇൻ മാനേജിങ് ഡെഡ്ലൈൻസ് എഫിഷ്യൻ്റ്ലി. പിന്നെ പേഴ്സണൽ ആട്രിബ്യൂട്ട്സിൽ കേപ്പബിലിറ്റീസ് ടു റിസോൾവ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ബിൽഡിംഗ് ഡിസ്ക്രിപ്പൻസീസ്, ഹൈ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഈ സ്കിൽസിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ആയി പോയിട്ടുണ്ട്. സോ ഇത് നമ്മളൊന്ന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി 2 ഹെഡിലോ ഒരു ഹെഡിലോ ആക്കി സ്ട്രീംലൈൻ ചെയ്ത് കറക്റ്റായിട്ടുള്ളത് മാത്രം ഒന്ന് ലിസ്റ്റ് ചെയ്ത് ഒരു സിംഗിൾ ഹെഡിൽ കൊണ്ടുവരാൻ നോക്കുക. തേർഡ് പേജിലേക്ക് വരുമ്പോൾ കരിക്കുലം ആക്ടിവിറ്റീസ് ഉണ്ട്. കണ്ടക്ടഡ് ആൻ ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷൻ ഫോർ ടീച്ചേഴ്സ് ഓൺ നാഷണൽ ടീച്ചേഴ്സ് ഡേ 2021 ഡ്യൂറിംഗ് MCOM. പാർട്ടിസിപ്പേറ്റ് ഇൻ 1 മെനി ക്വിസസ് ഇൻ സ്കൂൾ. നിങ്ങൾ ബിഗ് 4 അല്ലെങ്കിൽ MNCസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരാൾ MCOMൻ്റെ സമയത്ത് ഒരു ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയതോ അല്ലെങ്കിൽ സ്കൂളിൽ പലതരത്തിൽ ക്വിസസ് വൺ ചെയ്തു എന്ന് പറയുന്നതൊക്കെ ഒരു ഇസ് ഇറ്റ് മാറ്റർ, ഒരു ഐ സീരിയസ്ലി ഡൗട്ട് അബൌട്ട് ദാറ്റ്. കാരണം ഇപ്പോഴത്തെ കാര്യം ജോലിയായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനറ്റ്ലി നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ അല്ലെങ്കിൽ ഒരു വോളണ്ടിയറിങ് എക്സ്പീരിയൻസിനൊക്കെ നല്ലൊരു വാല്യൂ കിട്ടും. പക്ഷേ അത് വാല്യൂ ഉള്ള കാര്യങ്ങൾക്കായിരിക്കണം. ഇപ്പം താങ്കൾ ഒരു റെഗുലറായിട്ടൊരു ക്വിസ് റൺ ചെയ്യുന്ന ഒരാളാണ്, അത് നിങ്ങൾക്ക് ആദ്യം പ്രൊഫൈൽ തൊട്ടേ മെൻഷൻ ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സോ അപ്രീസിയേഷൻസോ മെൻഷൻ ചെയ്യാനുണ്ടെങ്കിലൊക്കെ ദിസ് ഈസ് എ ഡെഫിനറ്റ്ലി എ വാലിഡ് പോയിന്റ്. പക്ഷേ റാൻഡമായിട്ട് ഞാൻ പിന്നീട് താഴേക്ക് നോക്കുമ്പോഴും റാൻഡമായിട്ട് ആ ഒരു സംഗതി മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറൊരു ക്വിസ് കണ്ടക്ട് ചെയ്തിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി വരുന്നില്ല. സോ താങ്കൾക്ക് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ഉദ്ദേശ സാധനം കാര്യമായിട്ട് കൺവേ ചെയ്യപ്പെടുന്നില്ല എന്നൊരു കൺസേൺ ഉണ്ട്. ദെൻ
ഒരുപാട് ക്വിസ് കോമ്പറ്റീഷൻസ് വിജയിച്ചിട്ടുണ്ട് എന്ന്. അതൊക്കെ നമ്മൾ വേർബലി കാഷ്വലി പറയുന്ന കണ്ടൻറ്റാണ്. അതൊന്നും ഒരിക്കലും നമ്മളൊരു ക്രെഡിബിളായിട്ട് ഇറ്റ് ക്യാൻ ബി ഒരു സ്കൂളിൽ ക്വിസിന് ജയിച്ചു എന്ന് പറയുന്നത് 1ാം ക്ലാസ്സിലാവാം, 2ാം ക്ലാസ്സിലാവാം, 10ാം ക്ലാസ്സിലാവാം, +2-ലാവാം, അത് ഏതുമാകാം. അപ്പോൾ നമ്മൾ അതിനകത്തൊരു എന്ത് ടൈപ്പ് ക്വിസാണ്, ഏത് പ്രായത്തിലാണ്, അല്ലെങ്കിൽ അതിനകത്ത് ക്ലാസ്സിൽ നടത്തിയതാണോ അതോ സ്റ്റേറ്റ് ലെവലിലാണോ, അപ്പോൾ അങ്ങനെ കുറേ ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഇവിടെ കൺവേ ചെയ്യപ്പെടുന്നില്ല. ആൻഡ് ഇത് ജോബിനേക്ക് അത്രയ്ക്ക് ബാധകമാവുന്നു, അതിനുള്ളൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ വോളണ്ടിയർ ഇൻ സ്കൗട്ട്സ് ആൻഡ് ക്ലബ് ഇൻ ലോവർ ആൻഡ് അപ്പർ പ്രൈമറി ക്ലാസ്സസ്, വോളണ്ടിയർ ഇൻ NSS ഇൻ ഡിഗ്രി ക്ലാസ്സസ്. വോളണ്ടിയറിങ് ആക്ടിവിറ്റീസ് ഒക്കെ സെപ്പറേറ്റ് ഒരു ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ വെക്കാവുന്നതാണ്. വോളണ്ടിയർ സ്കൗട്ട്സ് ആൻഡ് ക്ലബ് ഏത് പീരീഡ്, ഇപ്പോൾ താഴെ ഡിഗ്രിയുടെ വെച്ചതുപോലെ കൊടുക്കാം. പിന്നെ ഡിഗ്രി ക്ലാസ്സസ് എന്നുള്ളൊരു ടേം ഒന്നും അത്ര പ്രൊഫഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാറില്ല. വോളണ്ടിയർ ഇൻ NSS അത് വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇന്ന പീരീഡ്, കോളേജിൻ്റെ പേരും പീരീഡും വെക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഡിഗ്രി ആണെന്ന് മനസ്സിലാവുകയും ചെയ്യുമല്ലോ. ദെൻ പ്രോജക്ട്സ് അക്കാഡമിക് പ്രോജക്ട്സ് ആണെങ്കിൽ അങ്ങനെ തന്നെ വെക്കുക. ആൻഡ് ഇത്രയും സ്പേസ് എടുക്കണമെന്ന് എനിക്കൊരു ഒപ്പീനിയൻ ഇല്ല, കാരണം അത് അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അപ്പം ഒരു പ്രൊജക്റ്റ് കൊടുക്കും. അക്കാഡമിക് പ്രോജക്ട്സ് ആണെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് എന്താണ് ടൈറ്റിൽ, ആസ് പാർട്ട് ഓഫ് വാട്ട്, BCom ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഓക്കെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് കോമയിട്ട് കൊടുത്തിട്ട് മന്തും ഇയറും കൂടി, കംപ്ലീറ്റ് മന്തും ഇയറും കൂടി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ദെൻ ദെയർ ഈസ് അഡീഷണൽ ക്വാളിഫിക്കേഷൻസ്. ഇതിലൊരു പ്രശ്നം, അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് കോഴ്സസ് കംപ്ലീറ്റഡ് ഫ്രം എഡാപ്റ്റ് പ്ലാറ്റ്ഫോം, ChatGPT മാസ്റ്റർ കോഴ്സ്, ഇൻട്രൊഡക്ഷൻ ടു ബ്ലോക്ക് ചെയിൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇൻട്രൊഡക്ഷൻ 3D പ്രിൻറ്റിംഗ്, സൈബർ സെക്യൂരിറ്റി. ഒന്ന്, ഇത് അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് അല്ല, ഇതൊക്കെ അഡീഷണൽ കോഴ്സസ് ആണ്. ഓക്കെ. പിന്നെ 2, താങ്കൾക്കിപ്പം ഒരു കോഴ്സ് അഡീഷണലി ചെയ്യുന്നത് സബ്ജക്റ്റുമായിട്ട് നിങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടത് മാത്രം എടുക്കുക. കാരണം ഓൾറെഡി യു ഹാവ് ടു ലോട്ട് ഓഫ് സ്പേസ് ഓൺ യുവർ റെസ്യൂമെ. ഇതിലിപ്പം ഇൻട്രൊഡക്ഷൻ ടു 3D പ്രിൻറ്റിംഗ്, മാസ്റ്റർ മിഡ് ജേണി ഇമേജ് ജനറേഷൻ കോഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ഞാൻ പറയില്ല, ഒരു റിക്രൂട്ടറെ നോക്കുന്ന സമയത്ത് അവർ ഹയർ ചെയ്യാൻ നോക്കുന്നത് ഒരു അക്കൗണ്ടൻറ്റിനെയാണ്. അപ്പം അതിലേക്കുള്ള ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കണ്ടൻറ്റ് ഫോക്കസ് ചെയ്യുക. ബാക്കി നമ്മൾ ജനറിക്കായിട്ട് വെക്കുന്നത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് മൈൻഡിൽ വരുന്നത് കോവിഡ് സമയത്ത് ഒരുപാട് ഓൺലൈൻ കോഴ്സസ് ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിലേക്കാണ് മൈൻഡിലേക്ക് വരിക. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക, ലിമിറ്റഡ് ആക്കുക. ഈ പറഞ്ഞ പോലെ ഇതിന് കറക്റ്റായിട്ട് ഓരോന്ന് എടുക്കുമ്പോഴും ഇപ്പോൾ ChatGPT മാസ്റ്റർ കോഴ്സ് ക്യാൻ ബി ഒരു അരമണിക്കൂറിൻ്റെ ഒരു വെബിനാർ ആയിരിക്കാം, 1 hour കോഴ്സ് ആയിരിക്കാം, 1 month ഡീപ്പ് പ്രോഗ്രാം ആയിരിക്കാം, അതെന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം നമ്മൾ അഡീഷണൽ കോഴ്സസ് സെലക്റ്റീവായിട്ട് പെർട്ടിക്കുലർ വൺസ് വെക്കുക, കോഴ്സിൻ്റെ പേര്, കോമ, ആരാണ് കണ്ടക്ട് ചെയ്തത്, കോമ, മന്ത്, ഇയർ കൊടുക്കുക. അത് പെർട്ടിക്കുലറായിട്ട് ഇപ്പോൾ ഇതൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള കോഴ്സസ് ആണെങ്കിൽ അത് എന്തെങ്കിലും തരത്തിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു കോഴ്സിൻ്റെ പേരാണ്. അതൊരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾ എങ്ങനെ പഠിക്കും, ഇതിനകത്ത് വെക്കാൻ പാകത്തിന് അതെന്തൊരു ക്വാളിഫിക്കേഷനാണ്. അപ്പം അത് ദാറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് മാത്രം കൊടുക്കുക. അപ്പോൾ അതനുസരിച്ച് കൊടുക്കുക. പിന്നെ ഡിപ്ലോമ ഇൻ വെർച്വൽ ഇൻറ്ററാക്റ്റീവ് ബിസിനസ് എക്സ്പെരിമെൻറ്റ് സിസ്റ്റം, കംപ്ലീറ്റഡ് ബിസിനസ് ലോജിസ്റ്റിക്സ് ഫ്രം ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻ്റർ. അപ്പം ഈ ഡിപ്ലോമ എന്ന് പറയുന്ന ഒരു ആക്ച്വൽ ഡിപ്ലോമ കോഴ്സ് ആണെങ്കിൽ അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് എന്നൊരു ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ ഇത് കൊണ്ടുവരാം. ബാക്കിയൊക്കെ അഡീഷണൽ കോഴ്സസ് ആണ്. അപ്പം ഇത് കൊടുക്കുമ്പം ഈ പറഞ്ഞതുപോലെ കോഴ്സിൻ്റെ പേര്, കോമ, സ്ഥാപനം, അതിൻ്റെ ലൊക്കേഷൻ ആൻഡ് മന്ത് ആൻഡ് ഇയർ ഓർ പീരീഡ്, വർഷം ടു വർഷം കൊടുക്കുക. പിന്നെ ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് എന്നുള്ള ടൈമൊന്നും നമുക്ക് വേണ്ട. ഇപ്പോൾ ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്ത് കോഴ്സാണ്, ഈ പറഞ്ഞ ഒരു ഓൺലൈൻ കോഴ്സ് വല്ലതും ആണോ അല്ലയോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നോക്കുക. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെൻറ്റർ എന്നൊരു പേര് കാണുമ്പം എനിക്ക് ഡൗട്ട് വരുന്നത് ഒരു ഇൻ്റർനെറ്റ് കഫേ ഒക്കെ പോലത്തെ ഒരു സ്ഥാപനം പോലെ, അല്ലെങ്കിൽ ചെറിയൊരു അതായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ബിസിനസ് ലോജിസ്റ്റിക്സിൻ്റെ കോഴ്സ് പഠിച്ചു എന്നുള്ളത് എനിക്ക് ആകെപ്പാടെ ഒരു ക്രെഡിബിലിറ്റി ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അത് ശ്രദ്ധിച്ച് ചേർക്കുക, ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. ബിസിനസ് ലോജിസ്റ്റിക്സ് ആണ്, യു ആർ ഇൻ അക്കൗണ്ടിങ്. ഓക്കെ. പിന്നെ കംപ്ലീറ്റഡ് ഇൻട്രൊഡക്ഷൻ ടു ജനറേറ്റീവ് AI ഫ്രം ഗൂഗിൾ, ഞാൻ നേരത്തെ പറഞ്ഞു അത്ര കാര്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്തെഴുതുക. ഓക്കെ. ദെയർ ഇസ് പേഴ്സണൽ ഇൻഫർമേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് ദെയർ. ഓക്കെ. ജെൻഡർ ഉണ്ട്, ഏജ് കൊടുക്കണ്ട, കാരണം ഡേറ്റ് ഓഫ് ബർത്ത് ഇസ് ഓൾറെഡി ദെയർ. സോ എൻ്റെ സജഷൻ ഏജ് കൊടുക്കാതിരിക്കും. നാഷണാലിറ്റി, ഇന്ത്യക്ക് പുറത്ത് പോവുകയാണെങ്കിൽ നാഷണാലിറ്റി മതിയാവും. ലാംഗ്വേജസ് നോൺ, ഇംഗ്ലീഷ്, മലയാളം. ഓക്കെ. ഡിക്ലറേഷൻ ഈസ് ദെയർ. ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അത് 2 പേജിലെങ്കിലും ഒന്ന് ലിമിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ലിങ്ക് വർക്ക് ചെയ്യുന്നില്ല ലിങ്ക്ഡിൻ്റെ. സോ ഐ വിൽ ജസ്റ്റ് ഗോ ടു ലിങ്ക്ഡിൻ ആൻഡ് സെർച്ച് ഫോർ യുവർ പ്രൊഫൈൽ. കാരണം ലിങ്ക് ഒന്ന് ആക്ടിവേറ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലിങ്ക്ഡിനിലേക്ക് വരുമ്പം ഓക്കെ, ഇവിടെ CMA USA ക്വാളിഫൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ പ്രൊഫൈലിൽ അതില്ല, റെസ്യൂമിൽ അതില്ല. ബേസ്ഡ് ഇൻ കേരള, ഇന്ത്യ, ഓപ്പൺ ടു റീലൊക്കേറ്റിംഗ് ടു ദ US. അതൊന്നും അത്ര നല്ലൊരു രീതിയിൽ എഴുതുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക, അതിൻ്റെ ആവശ്യമില്ല. പ്രൊഫൈൽ സമ്മറി അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക്ഡിനിലെ ഒരു ഹെഡ്ലൈൻ ഒക്കെ പറഞ്ഞാൽ, ഇപ്പം ഐ എം ആസ്കിങ് യു ഹാവ് 10 seconds ടു ഇംപ്രസ് മീ that you are excellent in your job, then I'll offer you the job with the pay you want എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെക്കൻഡ് കൊണ്ട് എന്തൊക്കെ പറയും. ഒരിക്കലും ഞാൻ കേരളത്തിലുള്ള ആളാണ്, ഞാൻ അമേരിക്കയിലേക്ക് വരാൻ റെഡിയാണ്, അങ്ങനെയല്ലല്ലോ നമ്മൾ പറയാം. നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ എക്സ്പെർട്ടൈസ്, നമ്മുടെ ടോപ്പ് സ്കിൽസ്, നമ്മുടെ ടോപ്പ് ക്വാളിഫിക്കേഷൻസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അതാണ് ഏറ്റവും കീ ആയിട്ട് പറയാം.
അത് മാത്രമാവുക പ്രൊഫൈൽ സമ്മറി റെസ്യൂമിലാണെങ്കിലും ഇവിടെ ലിങ്ക്ഡിനിൽ ഒരു ഹെഡ്ലൈനിലാണെങ്കിലും എഴുതേണ്ടത്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ പ്രൊഫൈൽ കണ്ടിട്ട് ആൾക്കാർ ഇംപ്രസ്ഡ് ആവണം. സോ ആ കാര്യങ്ങൾ മാത്രം ഇവിടെ കൊടുക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ എബൌട്ട് ഉണ്ട്. എബൌട്ടൊക്കെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബിഗ് ഫോറിൽ ജോയിൻ ചെയ്യാന്നുള്ളത് ചെയ്യുകയാണെങ്കിൽ അതിൽ മാത്രം അപ്ലൈ ചെയ്യാവുള്ളൂ. അതൊരു കൺസേൺ ആണ്. ഞാൻ നേരത്തെ റെസ്യൂമയുടെ ഭാഗത്ത് പറഞ്ഞ പോലെ 2600 ക്യാരക്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം എബൌട്ട് എഴുതുന്നത്. അപ്പോൾ നമുക്ക് വളരെ എലാബറേറ്റഡ് ആയിട്ട് നമ്മൾ മൾട്ടിപ്പിൾ പാരഗ്രാഫായിട്ട് എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തു നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പറ്റി എഴുതാം. അതൊന്ന് ശ്രദ്ധിക്കാം. ആക്ടിവിറ്റീസിലേക്ക് വരുമ്പം സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകളോ കമൻറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ദെൻ ദർ ഇസ് അക്കൗണ്ട്. ഓക്കെ ബേസിക്കലി ബാക്കി കാര്യങ്ങൾ തിരക്കേട്ടില്ലാണ്ട് അത്യാവശ്യം ബേസിക് ഇൻഫർമേഷൻ ഒക്കെ ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ റെസ്യൂമിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ യു ഹാവ് ടു ഡു എന്നുള്ളതാണ് എൻ്റെ സജഷൻ. ഓൾ ദി ബെസ്റ്റ്. അപ്പം ഇനി ഇതുപോലെ റെസ്യൂമെ അഡ്വൈസ് ആർക്കെങ്കിലും വീഡിയോ ഫോർമാറ്റിൽ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ റെസ്യൂമെ അയക്കുകയും ഒപ്പം റെസ്യൂമെ അഡ്വൈസ് വീഡിയോ എന്നുകൂടി ഒന്ന് മെസ്സേജ് ചെയ്യുക. ഇതുപോലെ ഐ ക്യാൻ ഡു. പക്ഷേ അല്പം ക്ഷമ തരിക, കാരണം മറ്റ് വർക്കിൻ്റെ ഇടയ്ക്കാണ് ഇതിന് വേണ്ടി സമയം കണ്ടെത്തുന്നത്. ബിക്കോസ് ഐ എം നോട്ട് ചാർജിങ് യു എനിത്തിങ്. അപ്പോൾ അതിനുള്ളൊരു സമയം കാത്തിരിക്കുക. ആൻഡ് വൺ മോർ തിങ്, ഇഫ് യു നീഡ് എ റെസ്യൂമെ പ്രിപ്പറേഷൻ സർവീസ് ഓർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ സർവീസ്, അത് എൻ്റെ നമ്പറിലല്ല കോൺടാക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ കാണുന്നത് എൻ്റെ ടീമിൻ്റെ നമ്പറാണ്. കോൺടാക്ട് ചെയ്യാം. ഡെഫിനറ്റ്ലി ദേ വിൽ ഹെൽപ്പ്. സോ അത്രയാണ് പറയാനുള്ളത്. അപ്പം താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം മറ്റൊരു റെസ്യൂമെ ആയിട്ട്.